കോഴിക്കോട് ബേപ്പൂർ തുറമുഖം പോർട്ട് സിറ്റിയാക്കാൻ മന്ത്രിസഭാ തീരുമാനം. വിഴിഞ്ഞം സിയാൽ മാതൃകയിൽ 100 കോടിയുടെ വികസനമാണ് ഉണ്ടാവുക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി ബേപ്പൂർ മാറും. ഫസ്റ്റ് ഓൺ 24 ദീപക് ധർമ്മടമാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ദീപക്, ഉടനടി ഈ നടപടികളിലേക്ക് കടക്കും, ടെൻഡർ വിളിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ടാണത്. സ്മിത, അങ്ങനെ തന്നെയാണ്. ഇക്കാര്യം നേരത്തെ 24 ആണ് പുറത്തുവിട്ടത്. സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി തയ്യാറാക്കുന്നു എന്നുള്ളത്. ഇന്ന് മന്ത്രിസഭാ യോഗം അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. മറൈൻ ബോർഡാണ് പദ്ധതി തയ്യാറാക്കിയത്. ആ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ, തുടക്കത്തിലെ പ്രവൃത്തിയിൽ തന്നെ 100 കോടി, ഏതാണ്ട് 1000 കോടിയിലേറെയുള്ള വലിയ വികസന പദ്ധതിക്കാണ് ബേപ്പൂർ മാറുന്നത്. ബേപ്പൂർ മാറുക എന്ന് പറഞ്ഞാൽ കോഴിക്കോടിനും മലബാറിനും വലിയ രീതിയിലുള്ള ഒരു വികസന സാധ്യത വരുന്നു. വിഴിഞ്ഞം പോർട്ടിൻ്റെ സാറ്റലൈറ്റ് പോർട്ടായി മാറുന്നു. സിയാൽ മാതൃകയിലുള്ള ഒരു PPP വലിയ പ്രൊജക്റ്റാണ് വരാൻ പോകുന്നത്. മാത്രവുമല്ല, ഈ വിഴിഞ്ഞം പോർട്ടിൽ വരുന്ന വലിയ വെസൽസ്, മദർ വെസൽസ്, ആ വെസലുകളെ ബേപ്പൂരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കേരളത്തിലേക്ക് കൂടുതൽ തുറമുഖ വ്യാപാരം വർദ്ധിപ്പിക്കുക. അതിൽ തെക്കേ അറ്റത്ത് വിഴിഞ്ഞമുണ്ടെങ്കിൽ വടക്കേ അറ്റത്ത് ബേപ്പൂർ എന്നുള്ള നിലയിലുള്ള ഒരു സാറ്റലൈറ്റ് പോർട്ടാക്കി മാറ്റുന്നു. മറ്റൊന്ന്, ബേപ്പൂർ ഉൾപ്പെടെയുള്ള കോഴിക്കോട് ഒരു തുറമുഖ നഗരമായി, ഒരു പോർട്ട് സിറ്റിയുടെ തലത്തിലേക്ക് അതിനെ ഉയർത്തുന്നു ഔദ്യോഗികമായി. അതിൻ്റെ നടപടിക്രമങ്ങൾ, ടെൻഡർ നടപടിയിലേക്ക് അധികം വൈകാതെ തന്നെ തുടങ്ങാനുള്ള അനുമതിയാണ് ഇപ്പോൾ ഇന്ന് മന്ത്രിസഭാ യോഗം നൽകിയിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തുറമുഖ മന്ത്രി വാസവനും നന്ദി അറിയിച്ചിട്ടുമുണ്ട്. ഏതായാലും അടിയന്തര പ്രാധാന്യത്തിലായിരിക്കും ഈ തുറമുഖ വികസന പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. അതിനാണ് മന്ത്രിസഭ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. 100 കോടിയുടെ വികസന പദ്ധതിക്കാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.